Good morning, children. All of you take your textbook. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യു ആണ് അല്ലേ? Which letter? U. U say, sorry, U for umbrella, U for umpire, U for uncle. അപ്പം ആ ഹോംവർക്ക് എത്ര പേര് ചെയ്തു? എല്ലാവരും എഴുതിയല്ലേ? ഇഷാനി, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഉമർ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉമർ എഴുതിയോ? ഇപ്പൊ ഹോംവർക്ക് ചെയ്താല് ഇനിയിപ്പം ഈ ക്ലാസ് കൂടെ കഴിയുമ്പോൾ ആദ്യം വീണ്ടും വരും അല്ലേ? എഴുതാത്തവർക്ക് കൂടുതൽ വർക്കാവും ഇപ്പൊ. ഓക്കെ, കണ്ടു, എല്ലാവരുടെയും കണ്ടു. താഴെ വെച്ചോ. ലിസൺ. നെക്സ്റ്റ് യു ആഫ്റ്റർ വി. അൻവിത മോളെ, ഡോണ്ട് റൈറ്റ് നൗ. ലിസൺ. ഏതാണ് അടുത്ത ലെറ്റർ? വി. ഓൾ ഓഫ് യു സേ വി. വി സേ. പിന്നെ മിസ് ഹിന്ദിയാ വരുന്നത്. സോറി. വി ഫോർ വയലിൻ, വി ഫോർ വാൻ. എവിടെ കൈവിരല്? ഫിംഗർ എവിടെ? ഫിംഗർ കൊണ്ട് തൊട്ട് വായിക്കണം. വി ഫോർ വയലിൻ, വി ഫോർ വാൻ, വി ഫോർ വെജിറ്റബിൾസ്. ഈ വെജിറ്റബിൾസ് കണ്ടോ? വെജിറ്റബിൾസിന്റെ ഒരു സ്റ്റോറി വരുന്നുണ്ട് ഇവിടെ. മിസ് അത് ഇന്ന് പറഞ്ഞു തരാം. ഇത് പെട്ടെന്ന് പഠിക്കേ. വി ഫോർ വയലിൻ, വി ഫോർ വാൻ, വി ഫോർ വെജിറ്റബിൾസ്. വൺസ് മോർ. വി ഫോർ വയലിൻ, വി ഫോർ വാൻ, വി ഫോർ വെജിറ്റബിൾസ്. എന്താ വയലിൻ എന്ന് പറഞ്ഞാല്? ആരുടെ വീട്ടിലുണ്ട് വയലിൻ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ വയലിൻ? റിയാന്റെ വീട്ടിലുണ്ടെന്നാ പറഞ്ഞേ? അതെയോ? എന്താ വയലിൻ എന്ന് പറഞ്ഞാല്? ഒരു സംഗീതോപകരണം അല്ലേ? നമ്മള് പാട്ടൊക്കെ മ്യൂസിക് ചെയ്യുമ്പോ കാണാറില്ലേ? വയലിൻ വായിക്കുന്ന കേട്ടിട്ടില്ലേ നിങ്ങള്? നല്ല രസം അല്ലേ? വയലിൻ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? വയലിൻ പഠിക്കുന്നവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, അതാണ് ഒരു സംഗീതോപകരണമാണ് വയലിൻ. നെക്സ്റ്റ് വി ഫോർ വാൻ. വാൻ കണ്ടിട്ടില്ലേ? സ്കൂൾ വാൻ കണ്ടിട്ടില്ലേ? സ്കൂൾ ബസ് കണ്ടിട്ടില്ലേ? അതാണ് വാൻ. വി ഫോർ വെജിറ്റബിൾസ്. എന്താ വെജിറ്റബിൾസ്? എന്താ വെജിറ്റബിൾസ് ലുബാബ? പച്ചക്കറികൾ. എന്തിനാ നമുക്ക് വെജിറ്റബിൾസ്? തിന്നാനാണോ? തിന്നാനല്ലേ? അത് നമ്മൾ എങ്ങനെയാ കഴിക്കുക? പച്ചക്കാണോ വേവിച്ചിട്ടാണോ? വേവിച്ചിട്ട്. വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ടോ നമ്മുടെ വീട്ടില്? ലുബാബയുടെ വീട്ടിൽ എന്ത് വെജിറ്റബിളാ കൃഷി ചെയ്യുന്നത്? ടൊമാറ്റോ. ഒത്തിരി കഴിച്ചോ ഇപ്രാവശ്യം? ഒത്തിരി ഉണ്ടായി അല്ലേ? എല്ലാവരുടെ വീട്ടിലും വെജിറ്റബിൾസ്, പച്ചക്കറി. ചില്ലി. ഓക്കെ, അതെ. വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നില്ലേ? പച്ചക്കറികൾ കൃഷി ചെയ്യുന്നില്ലേ? എല്ലാവരുടെ വീട്ടില് ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? പീസ് ഉണ്ടല്ലേ? പയറുണ്ട്. പിന്നെ എന്താണ്? കാബേജ്, കോളിഫ്ലവർ, ബ്രിഞ്ചാള്, ടൊമാറ്റോ അല്ലേ? ലേഡീസ് ഫിംഗർ എല്ലാം ഉണ്ട്. അതെ, ഓക്കെ. മിസ്സിന്റെ വീട്ടിലുണ്ട്. കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് കായ്ച്ചു ഈ വർഷം. കാബേജും കോളിഫ്ലവറും. ഓക്കെ, ഇപ്പൊ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ല വൈറ്റമിൻസ് തരുന്ന വെജിറ്റബിൾസ് അല്ല എല്ലാം. നമ്മളെപ്പോഴും ചിക്കനും മട്ടനും അല്ലെ ബീഫൊക്കെ കഴിച്ചിട്ട് വെജിറ്റബിൾസിനോട് താല്പര്യം ഇല്ലാതായി. ഇപ്പൊ നിങ്ങൾ കരയാറില്ലേ? എനിക്ക് ചിക്കൻ ഇല്ലാതെ ചോറ് വേണ്ടെന്ന് പറഞ്ഞ് കരയാറുണ്ടോ നിങ്ങള്? ഉണ്ടല്ലേ? എനിക്കറിയാം. എത്ര പേര് പിന്നെ പാവയ്ക്ക കഴിക്കും? നല്ല മധുരമല്ലേ പാവയ്ക്കക്ക് അല്ലേ? കൈപ്പക്കാന്ന് പറയും നമ്മളല്ലേ? നല്ല മധുരമല്ലേ?
അല്ലേ? ഫാത്തിമ എന്തോ പറയുന്നുണ്ട്. ഫാത്തിമേ അൺമ്യൂട്ട് ചെയ്തേ. കയ്പാണോ അത്? അത് വേവിക്കുമ്പോ കയ്പൊന്നും ഇല്ല, അതൊക്കെ പോവും. അതൊക്കെ കഴിക്കണം നമ്മള്. എല്ലാരും നിതാശനെ നോക്കിയേ, നല്ല കണ്ണടയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. നിതാശ ലിസൺ ഹിയർ, ലിസൺ. അതിപ്പോ ഉണ്ടല്ലോ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എന്നാ പറയുന്ന മിസ്. വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാലേ നമുക്ക് കണ്ണിന് നല്ല കാഴ്ച ശക്തി വരും, നല്ല മുടികളൊക്കെ വരും. നല്ല മുടിയൊക്കെ വളരണം വെജിറ്റബിൾസ് കഴിക്കണം നമ്മള് ചോറ് കഴിക്കുമ്പോൾ ഈ ചിക്കനും മീനും മാത്രമല്ല കഴിക്കേണ്ടത്, കുറച്ച് വെണ്ടയ്ക്കയും ബീറ്റ്റൂട്ടും തക്കാളിയും കോളിഫ്ലവർ ഒക്കെ കഴിക്കണം നമ്മള്. പാവയ്ക്ക ഉണ്ടല്ലോ, കയ്പറിയാതിരിക്കാൻ ഒരു കെണി പറഞ്ഞുതരാം മിസ്. ചോറിന്റെ അകത്ത് വെച്ച് കഴിക്കണം, അപ്പൊ കഴിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മുതല് വീട്ടില് വെജിറ്റബിൾസ് കറി ആണെങ്കിൽ അത് കഴിക്കണം കേട്ടോ. അത് കഴിച്ചാൽ നമുക്ക് കണ്ണിന് നല്ല കാഴ്ചശക്തി വേണം അല്ലേ? നമ്മൾ വളരണ്ടേ? കാഴ്ചശക്തി വേണം, പിന്നെ നല്ല മുടി വേണം നമുക്ക്. അതൊക്കെ വേണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കണം. ഓക്കെ, പിന്നെ താഴെ നോക്കിയേ. വി ഫോർ, ഇത് കണ്ടോ? വെയ്സ്. എന്താണിത്? വെയ്സ്. ഉണ്ടോ? ഒരു പാത്രം കണ്ടോ? വെയ്സ്. ഒന്നുകൂടെ. വി ഫോർ വയലിൻ, വി ഫോർ വാൻ, വി ഫോർ വെജിറ്റബിൾസ്, വി ഫോർ വെയ്സ്. വെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവർ വെയ്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഫ്ലവർ വെയ്സ് ഇതിന്റെ അതാണ്, ആ വെയ്സ് ആണ് ഇത്. ഫ്ലവർ വെയ്സ് വെക്കുന്ന ആ വെയ്സ്, ഫ്ലവർ ഒക്കെ വെക്കുന്ന വെയ്സ്, ഫ്ലവർ വെയ്സ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ വെയ്സിന് നിങ്ങൾ കളർ കൊടുക്കണം, നല്ല ഭംഗിയുള്ള കളർ വേണം ഇതിന്. അപ്പൊ ഹോംവർക്ക് ചെയ്യാട്ടോ. ലുബാബ് കളർ കൊടുത്തു ഓൾറെഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നല്ല വൃത്തി കളർ കൊടുത്താൽ അമ്മമാരെ എന്ത് ചെയ്യണം? അതിനൊരു സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിസ് വീട്ടിൽ വരില്ലേ, എന്നിപ്പോ ചെയ്യൂ കേട്ടോ. ഓക്കെ, പുറത്തൊന്നും ആക്കാതെ നല്ല വൃത്തിയായിട്ട്. ഓക്കെ, മുഹമ്മദ് റഫാൻ, ഇഷാനി, ലുബാബ ഇവരൊക്കെ കളർ ചെയ്തു, ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. റിയാൻ, ഉമർ ചെയ്തോ? ഉമർ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തൊക്കെയോ ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പൊ എന്താ നെക്സ്റ്റ് പേജ് നോക്കിയേ. 25 പേജ് നമ്പർ 25 നമുക്ക് കുറെ എഴുതാൻ വന്നിട്ടുണ്ട് അല്ലേ? വി എഴുതാനുള്ളത്. അപ്പൊ അത് നമ്മൾ എഴുതണം, ഹോംവർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു, നമ്മൾ യു വി ഇന്ന് പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കില് നമുക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ വരുന്നേ? അപ്പൊ എക്സാമിന് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ഉണ്ടായതുപോലെ അല്ലേ? എന്താണ്? ഗൂഗിൾ മീറ്റിലാണ് നമുക്ക് എക്സാം വരിക. അതിപ്പോ എന്താ ചെയ്യണ്ടേ? അമ്മയോട് പറഞ്ഞ ടെൻഷൻ ഒന്നും ആവാതെ പതുക്കെ ചെയ്താൽ മതി. നിങ്ങൾ തിരക്ക് പിടിക്കരുത്. അമ്മയോട് അങ്ങനെ തന്നെ പറയണം, തിരക്ക് പിടിക്കാതെ പേരൊക്കെ അടിച്ച് നമ്മള് ക്വസ്റ്റ്യനും ആൻസറും ശരിക്കും വായിച്ച് നോക്കിയിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. ഇത് ലാസ്റ്റ് മാർക്കും കാണണ്ടേ നമുക്ക്? അതൊക്കെ ക്ഷമയോടെ ചെയ്യണം കേട്ടോ, തിരക്ക് പിടിക്കുകയേ വേണ്ട. അപ്പൊ അമ്മയോട് ശരിക്കും വായിച്ചു നോക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യണം, എക്സാം എഴുതണം. അമ്മ വായിച്ചു തരുവുള്ളൂ. അപ്പൊ തിരക്ക് പിടിക്കാതെ എക്സാം അറ്റൻഡ് ചെയ്യണം, എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയ പേജ് നമ്പർ 8 മുതലൊന്ന് നോക്കാലോ നമുക്ക്. മിസ് ഒന്ന് വായിച്ചു തരാം. പേജ് നമ്പർ 8. ഫസ്റ്റ് എൻ. എൻ ഫോർ നിപ്, എൻ ഫോർ നെറ്റ്, എൻ ഫോർ നെസ്റ്റ്, എൻ ഫോർ ന്യൂസ് പേപ്പർ. താഴെ കണ്ടില്ലേ ന്യൂസ് പേപ്പർ? ന്യൂസ് പേപ്പർ. എൻ ആഫ്റ്റർ ഓ. ഓ ഫോർ ഒനിയൻ, ഓ ഫോർ ഔൾ, ഓ ഫോർ ഓറഞ്ച്, ഓ ഫോർ ഒക്ടോപ്പസ്. ഒക്ടോപ്പസിന് കളർ കൊടുത്തോ നിങ്ങള്? നല്ല ഭംഗിയായിട്ട് കളർ കൊടുത്തില്ലേ? ഓ ഫോർ ഒക്ടോപ്പസ്. ഇപ്പൊ ഇവിടെ കണ്ടോ? ഫൺ അറ്റ് ദ പാർക്ക്. പാർക്കിൽ കളിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാരും ഉണ്ട് പാർക്കിൽ. ലുബാബ കണ്ടു, മിസ് എല്ലാവരുടെയും കണ്ടു ഒക്ടോപ്പസിനെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹാറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒക്ടോപ്പസ് അല്ലേ? പാർക്കിൽ നിങ്ങൾ എല്ലാരും കളിക്കുന്നുണ്ടല്ലോ ഇവിടെ. കണ്ടോ? മങ്കി ഉണ്ട്, ബേർഡ് ഉണ്ട്, സ്ക്വറൽ ഉണ്ട്, ഡോഗ്. പിന്നെ ആരൊക്കെയാണ്? എയ്ബല്, ഷിഫാനി ഉണ്ട്. ഉണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? അൻവിത, ലുബാബ,
ഏതൻ. ഏതന് ലുബാബയും ബലൂണൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അവിടെ. ആദിശ്രീ ഉണ്ട്. പിന്നെ ഒരു അപ്പൂപ്പൻ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫാദർ. അതാരാ? ആരുടെയാണ്? നിങ്ങളുടെ ആരുടെയോ അപ്പൂപ്പനുണ്ട് അവിടെ. ഫ്ലവർ ഉണ്ടല്ലേ, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഉണ്ടോ? ഉമറിനെ കണ്ടോ അവിടെ? അവിടെ ആ സീസോയില്, സീസോ അല്ല, അതിൽ കണ്ടോ കളിക്കുന്നുണ്ടോ? ഫാത്തിമ, മെഹറിൻ, എയ്ഡൻ ഉണ്ട്, നിതാശ, റഫാൻ. നിങ്ങൾ നോക്ക് എവിടെ ഉണ്ടോ? നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കളിക്കുന്നുണ്ട്. ഇഷാനി കണ്ടോ? ഇഷാനി മരത്തിന്റെ മുകളിലാണോ? നോക്കിയേ. അല്ല അല്ലേ. റിയാൻ എവിടെയാ? റിയാൻ എന്നാ മരത്തിന്റെ മുകളില്. ആണോ ഫാത്തിമ? ഫാത്തിമ നോക്കാം മരത്തിന്റെ മുകളിൽ ആരാ ഇരിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാരും മരത്തിന്റെ മുകളിലാണോ ഇരിക്കുന്നേ? നോക്കിയേ, എവിടെയോ ഉണ്ട്. നെക്സ്റ്റ് കുറേ വർക്ക് തന്നിട്ടുണ്ടല്ലേ. മിസ്സിംഗ്, ഫിൽ ഇൻ ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. അവിടെ എക്സാമിന് ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. മിസ്സായ ലെറ്റേഴ്സ് നിങ്ങൾ എഴുതണം. നോക്കിയോ, പേജ് നമ്പർ 12. MNO, O after P. P for pencil, P for peacock, P for P. P for park. P after Q. Q for queen, Q for Q, Q for quilt. Q after R. R for rat, R for rabbit, R for rose, R for rainbow. S. S for sun, S for seesaw, S for socks, S for school. T. T for tomato, T for television, T for tiger, T for top. U. U after, sorry, U. U for umbrella, U for umpire, U for uncle. U after V. V for violin, V for van, V for vegetables, V for vase. ഇത്രയാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ബാക്കിൽ കുറച്ച് എക്സസൈസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയോ? പേജ് നമ്പർ 36, 34, 35 ചെയ്തോ നിങ്ങള്? ഒന്ന് പറയോ എന്നോട്? പേജ് നമ്പർ 34 ചെയ്തിട്ടില്ലേ വർക്ക്? അപ്പൊ അത് ചെയ്യണം നിങ്ങൾ. ഫസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. പേജ് നമ്പർ 34 സർക്കിൾ ദ ലെറ്റർ വിത്ത് വിച്ച് ദ നെയിം ഓഫ് ഈച്ച് പിക്ചർ ബിഗിൻസ്. ഇവിടെ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ഒനിയൻ, നെസ്റ്റ്, പെൻസിൽ. എന്നിപ്പം ഈ ഒനിയൻ എന്നുള്ളത് N4 ആണോ O4 ആണോ P4 ആണോ വരുന്നത്? നമ്മള് O4 ആണ് അല്ലേ. അപ്പൊ ഓയ്ക്ക് സർക്കിൾ വരച്ചു. നെക്സ്റ്റ് നെസ്റ്റ് ആണ് അല്ലെ, N4 നെസ്റ്റ്. അപ്പം ഏതിനാ സർക്കിൾ വരയ്ക്കേണ്ടത്? N-ന്. P4 പെൻസിൽ, Pക്കാണ് സർക്കിൾ വരയ്ക്കുക. നെക്സ്റ്റ് N4 നെറ്റ്, N-ന് സർക്കിൾ വരയ്ക്കുക. P4 പീക്കോ, Pക്ക് സർക്കിൾ വരയ്ക്കുക. ഓറഞ്ച് വരുമ്പോ എന്താ വരിക? നമുക്ക് ഫസ്റ്റ് ലെറ്റർ O4 ഓറഞ്ച്. ഏതിനാ സർക്കിൾ വരയ്ക്കേണ്ടത്? ഓയ്ക്ക്. താഴെ നോക്കിയേ, സർക്കിൾ ദ പിക്ചേഴ്സ് ഹൂസ് നെയിംസ് ബിഗിൻ വിത്ത് NO or P. അതായത് N4 വരുന്നത്, O4, P4 അങ്ങനെ വരുന്ന പിക്ചറിന് മാത്രം സർക്കിൾ വരയ്ക്കുക. ഇവിടെ എന്താ വരിക? N4 നിബ് അല്ലെ, അതിന് സർക്കിൾ കൊടുക്കാം. O4 ഔൾ, P4 പീസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അതിന് നമ്മൾ NOP ഇതിൽ തുടങ്ങുന്ന ലെറ്റർ സർക്കിൾ ചെയ്യുക. എന്താ അൻവിത കാണിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഒന്നും ചെയ്ത വർക്കാണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അൻവിതയുടെ അമ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് അൻവിതയുടെ ചെയ്തതാണോ അത്? ഇപ്പൊ ചെയ്തതാ അല്ലെ, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, ഇതൊന്ന് ഹോംവർക്ക് ചെയ്തിട്ടാ മതി. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നോക്കിയേ 35 ലെറ്റസ് റിവൈസ്. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ആ ഡാഷ് ഇട്ടെടുത്ത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതണം. S for sun അല്ലെ, S എഴുതുക. R for rose, R എഴുതുക. Q for queen,
അപ്പൊ എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ ആണ് അവിടെ എഴുതുന്നത്. ബിഗ് ലെറ്റർ തന്നെ എഴുതണം. Q for quilt, S for socks, R for rabbit. കുട്ടികൾ വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിപ്പിക്കണം. എന്താണ്? S for sun, R for rose, Q for queen, Q for quilt, S for socks, R for rabbit. കളർ ദ ക്യൂൻ. ആ ക്യൂന് നല്ല കളർ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയാക്കണം, രാജകുമാരി ആക്കണം അതിനെ. രാജ്ഞിയാണ് അല്ലെ ക്യൂൻ. നെക്സ്റ്റ് നോക്കിയേ, ലെറ്റേഴ്സ് റിവൈസ് കണ്ടോ, 36 പേജ് നമ്പർ. Draw lines to match the pictures with the first letters of their names. Tomato, vegetables, umbrella, violin, umpire, tiger. അതിന്റെ നടുക്കായിട്ട് TUV എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? T for tiger മാച്ച് ചെയ്യുക, വരച്ചു കൊടുക്കണം. T for tomato വരച്ചു കൊടുത്തോ. T for tomato, T ന്ന് ടൊമാറ്റോയിലോട്ട് വരയ്ക്കുക, T ന്ന് ടൈഗറിലോട്ടും വരയ്ക്കുക. U for umbrella, U for umpire മാച്ച് ചെയ്യുക. U for umbrella, U for umpire. V for vegetables, V for violin. ഓക്കെ, അത് കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് നോക്കിയേ, സർക്കിൾ ദ പിക്ചർ ദാറ്റ് ഈസ് ഡിഫറെന്റ്. താഴെ സെയിം ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡിഫറെന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ? വാൻ സീസോ. അപ്പൊ ഇതിൽ ഏതാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? രണ്ട് വാനും ഒരുപോലെ ഉണ്ട് അല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള സീസോയാണ്. സീസോയ്ക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പൊ നെക്സ്റ്റ് നോക്കിയോ, ടൊമാറ്റോ, ടെലിവിഷൻ. ഇതിൽ ഏതാണ് ഒരെണ്ണം മാത്രമുള്ളത് വ്യത്യസ്തമായിട്ടുള്ളത്? ടൊമാറ്റോയാണ് അല്ലേ? അപ്പൊ ടൊമാറ്റോയ്ക്ക് സർക്കിൾ വരയ്ക്കാം. അമ്പയർ, മാൻ, അമ്പയർ അല്ലേ? ഇപ്പൊ രണ്ട് അമ്പയർ കാണുന്നുണ്ട്, ഒരു മാനേ ഉള്ളത്. അപ്പൊ അതിൽ ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത്? ഒരെണ്ണം മാത്രമുള്ളതാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് നടുക്കുള്ളത് മാൻ ആണ്, മാൻ. അപ്പൊ അതിന് സർക്കിൾ വരയ്ക്കുക. ഇവിടെ വർക്ക് കഴിഞ്ഞു അല്ലേ? അതെല്ലാം ക്ലാസ് വർക്ക് തന്നെ ചെയ്തു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങളെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കണം. ഇവിടെ കണ്ടോ 41 പേജ് നമ്പർ 41 കണ്ടോ നിങ്ങള്? എന്താണ് 41-ല്? എ പിക്ചർ സ്റ്റോറി. ഇത് ക്ലാസ് റൂമിലുണ്ട്, നല്ല ആസ്വദിച്ച് ഈ പിക്ചർ പറയാന്നല്ലേ, സ്റ്റോറി പറഞ്ഞു കൊടുക്കായിരുന്നു കുട്ടികൾക്ക്. നിങ്ങൾ എന്നാലും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? എന്താണ് ഇവിടെ നോക്കിയോ, ചിനു ആൻഡ് ചീക്ക were very happy. Mummy was going to make them their favorite vegetable soup. There were carrots, tomatoes and peas. Mummy washed and chopped all the vegetables. Choppity chop. Then Mummy poured some water into a pan. She put the vegetables in the pan. She also added some salt. Mummy then put the pan on the stove. After a while, the pan started singing. Bubble, 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 bubble. Soon the soup was ready. Mummy poured out some soup for Chinu and Chika. They had it with the bread. What a tasty soup it was. എന്താ പറയുന്നേ? നമ്മുടെ ആദിശ്രീയും അൻവിതയും വളരെ ഹാപ്പിയാണെന്നാ പറഞ്ഞത്. വളരെ സന്തോഷത്തില. എന്താ കാരണം എന്നറിയോ? അവരുടെ അമ്മമാരല്ല, ഒരാളാട്ടോ. അവരുടെ അമ്മ പോയിരിക്കുക. എവിടെയാ? വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരിക്കുക. എന്തിനാ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയോ? there were carrots, tomato, peas അല്ലെ? തക്കാളി, ക്യാരറ്റും പയറും എല്ലാം ഉണ്ട്. ഇതൊക്കെ വാങ്ങിയേ മമ്മി. എന്നിട്ട് ഇത് അമ്മ അത് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലോട്ട്. എന്നിട്ടോ അമ്മ അത് കഴുകി വൃത്തിയാക്കി, വെജിറ്റബിൾസ് ഒക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ടു.
എന്നിട്ടോ വീട്ടില് ചോപ്പിംഗ് ബ്ലേഡ് ഇല്ലേ, അറിയില്ലേ മമ്മി? കാബേജും ഇതൊക്കെ അരിയുന്നേ, ചോപ്റ്റി ചോപ്പ് ചോപ്റ്റി, അതിനൊരു സൗണ്ട് കേൾക്കാറുണ്ട്. അതുപോലെ മമ്മി നല്ല വൃത്തി അരിഞ്ഞെടുക്കുവാണ് വെജിറ്റബിൾസ്. അരിഞ്ഞെടുത്തു. എന്നിട്ടോ അമ്മ കുറച്ച് വെള്ളം പാത്രത്തിലിട്ടു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിൽ കുറച്ച് ഉപ്പിട്ടു. എന്നിട്ടോ എവിടെ വെക്കണം? ഇത് തിളക്കണ്ടേ, വേവണ്ടേത്? നമ്മള് ഗ്യാസിൽ വെച്ചു. എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് പാൻ അടുപ്പത്ത് വെച്ച് അടപ്പൊക്കെ വെച്ച് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോ, ഗ്യാസിൽ വെച്ചാൽ മാത്രം മതിയോ? കത്തിക്കണ്ടേ? സ്റ്റൗ കത്തിക്കണം അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് ചൂടാകുമ്പോ പാൻ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. എങ്ങനെ പാട്ട് പാടിയേ? ബബിൾ 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 ബബിൾ. എന്താ? തിളച്ചു വരുവാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മ അടുപ്പത്ത് ഇത് കറികളൊക്കെ വെക്കുമ്പോ തിളച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ? കൊമളകളായിട്ട്. ഒന്ന് നോക്കണം കേട്ടോ. ബബിൾ ബബിൾ ബബിൾ, കുറെ ബബിൾസ് വരും അല്ലേ? ബബിൾസ് വന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ് ബബിൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ സൂപ്പ് റെഡിയായി. അപ്പം നമ്മുടെ അൻവിതയുടെയും ആദിശ്രീയുടെയും അമ്മ സൂപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? കൂട്ടുകാരെയൊക്കെ വിളിച്ചു. എല്ലാരും വിളിച്ചു. റഫാനെ, ഇഷാനി, നിതാശ, ദെയ്തൻ, ഫാത്തിമ, ലുബാബ, ഏദൻ, ഷിഫാന, ഏദൽ, റിയാൻ, ഉമർ, ഫാത്തിമ, ആദിഷ്, എല്ലാരും വിളിച്ചു. ഫോൺ വിളിച്ചു. എല്ലാരും വരണം, എന്റെ അമ്മ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാരും വരണം എന്ന് പറഞ്ഞു. മിസ്സിനെ വിളിച്ചു. അപ്പൊ മിസ് എന്ത് ചെയ്തു? ഇവരെല്ലാരും കൂട്ടിയിട്ട് സ്കൂൾ ബസ്സിൽ വരുവാണ്. എവിടെയാ? ആദിശ്രീയുടെയും അൻവിതയുടെയും വീട്ടിലോട്ട് വരുവാണ്. അവിടെ ചെല്ലുമ്പോ അവരുടെ അമ്മ എന്ത് ചെയ്യുന്നേ? ഒരു പാത്രത്തിൽ നമുക്കൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആഹാ, കാണാൻ തന്നെ എന്ത് രസമല്ലേ? എന്നപ്പം ആദ്യം അമ്മ എന്ത് ചെയ്തു? ആദിശ്രീക്കും അൻവിതയ്ക്കും കൊടുത്തു. എന്നിട്ട് അവരെങ്ങനെ കഴിച്ചറിയോ? ബ്രെഡ് എടുത്തിട്ട് വെജിറ്റബിൾ സൂപ്പിൽ മുക്കിയിട്ട്, ആഹാ എന്ത് ടേസ്റ്റ്! വൗ! നിങ്ങൾ എല്ലാരും കഴിച്ചു. എന്നിട്ട് അവരുടെ അമ്മ നമുക്ക് എല്ലാവർക്കും വിളമ്പിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ബ്രെഡും കൂട്ടി കഴിച്ചോന്ന്. എല്ലാരും കഴിച്ചോ? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷാനിക്ക് നല്ല ടേസ്റ്റാ. അവരുടെ ടേസ്റ്റ് എന്താണെന്ന് ചോദിക്കട്ടെ, അൺമ്യൂട്ട് ചെയ്തേ. അങ്ങനെ വെജിറ്റബിൾ സൂപ്പ് റെഡിയായി, നമ്മൾ എല്ലാരും കഴിച്ചു. ഇഷാനി, വെജിറ്റബിൾ സൂപ്പ് കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ അൻവിതയുടെയും ആദിശ്രീയുടെയും അമ്മയുടെ താങ്ക്സ് പറയണ്ടേ? താങ്ക് യു പറയണ്ടേ? പറഞ്ഞോ. താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയോ ആദിശ്രീ, അൻവിത? ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങള് വേറെന്തോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെന്താണ്? വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന കഥ വീട്ടിലെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മയ്ക്ക് അറിയില്ല. എന്നിപ്പോ മിസ് ഇന്ന് പറഞ്ഞു തന്നില്ലേ? വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ വെജിറ്റബിൾസ് വേണം. അത് എവിടെ പോയി വാങ്ങണം? കടയിൽ പോയിട്ട് വാങ്ങണം അല്ലേ? മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം. വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാം അല്ലേ? വിഷമില്ലാത്ത പച്ചക്കറികള്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ടിട്ട് ഗ്യാസിൽ വെച്ച് ലൈറ്റൊക്കെ കത്തിച്ചല്ലേ നല്ല വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ആ കഥ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന കഥ ഇഷ്ടപ്പെട്ടോ? ലുബാബേ അൺമ്യൂട്ട് ചെയ്തേ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, സമയം തീർന്നു. 4 മിനിറ്റേ ഉള്ളൂ. നീ ക്ലാസ് എടുത്ത് മതിയായിട്ടേ ഇല്ല. നിങ്ങൾക്കോ? പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് കൂടി എടുത്താലോ? മടുത്തില്ലേ? ആദിശ് എന്നെ വഴക്ക് പറയുന്നു. മതിന്നാ പറയുന്നവൻ. മതി ആദിശേ? പിന്നെ ഈ കഥയുണ്ടല്ലോ ലുബാബ, വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന കഥ മനസ്സിലായോ? അപ്പൊ അമ്മയോട് ഒന്ന് പറയണം കേട്ടോ, ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കണം. ഓക്കെ, നമ്മൾ വരൂ അല്ലേ? അപ്പൊ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാ. എക്സാമിന്റെ കാര്യം പറഞ്ഞില്ലേ മിസ്? സമയം എടുത്ത് ചെയ്യാ, പേരൊക്കെ അടിച്ച് കയറുക. എന്നിട്ട് ക്വസ്റ്റ്യനും ആൻസറും ക്ഷമിച്ച് വായിക്കുക. പെട്ടെന്ന് തിരക്ക് കൂട്ടേ വേണ്ട. നിങ്ങള് ക്ഷമിച്ച് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നോക്കി എക്സാം എഴുതുക. ബൈ പറയട്ടെ?
ബൈ, സി യു. മിസ് ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടണോ? ആ, ഗ്രൂപ്പിൽ ഇടണം. നിങ്ങൾ 4 ലൈൻ കോപ്പിയിലും എഴുതണം കേട്ടോ. 4 ലൈൻ കോപ്പി ഇല്ലേ നിങ്ങൾക്ക്? അതിലും എഴുതണേ. ഓക്കെ. അപ്പൊ രാവിലത്തെ ഹോംവർക്ക് നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞില്ലേ? ആദ്യശ്രീ എഴുതി കണ്ടു അല്ലേ? അപ്പൊ ഇനി അടുത്ത വർക്ക് ഈ ഇപ്പൊ വി എഴുതിയല്ലേ, വി എഴുതണം. അതപ്പോ അത് ഇപ്പൊ തന്നെ എഴുതിയാല് ആ വർക്ക് തീരും. അടുത്ത ആഴ്ചത്തേക്ക് വെക്കണ്ട കേട്ടോ. ഓക്കെ, ടോപ്പ് ഉണ്ടാക്കിയിട്ട് മിസ്സിനെ കാണിക്കണം കേട്ടോ. ഓക്കെ, ബൈ.